കഴിഞ്ഞ് അടുത്തത് പ്രപ്പോസ് ചെയ്ത തിയറിയാണ് 2-factor തിയറി ഓഫ് ഇന്റലിജൻസ്. അപ്പം 2-factor തിയറി ഓഫ് ഇന്റലിജൻസ് പ്രപ്പോസ് ചെയ്തത് ചാൾസ് സ്പിയർമാൻ ആണ് ഇൻ ദ ഇയർ ഓഫ് 1904. ആൻഡ് ചാൾസ് സ്പിയർമാൻ യൂസ് ചെയ്ത ടെക്നിക്കാണ് സ്റ്റാറ്റിസ്റ്റിക്കൽ ടെക്നിക് ഓഫ് ഫാക്ടർ അനാലിസിസ്. അതായത് ഫാക്ടേഴ്സ് അനലൈസ് ചെയ്ത് അത് സ്റ്റാറ്റിസ്റ്റിക്കൽ ആയിട്ട് അനലൈസ് ചെയ്ത ഒരു ടെക്നിക് യൂസ് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത് ചാൾസ് സ്പിയർമാൻ 2-factor തിയറി ഓഫ് ഇന്റലിജൻസ് പ്രപ്പോസ് ചെയ്യുന്നത്. ഏത് ഇയറിലാണ്? 1904. അപ്പം അക്കോർഡിംഗ് ടു ഹിം എന്താണ് ചാൾസ് സ്പിയർമാൻ പറയുന്നത്? ഇന്റലിജൻസിന് 2 ഫാക്ടേഴ്സ് ഉണ്ടെന്നാ പറഞ്ഞത്. യൂണിഫാക്ടർ തിയറിയിൽ പറഞ്ഞിരുന്നത് ഇന്റലിജൻസിന് ഒരേ ഒരു ഫാക്ടർ മാത്രമേ ഉള്ളെന്നാണ്. എന്നാൽ ചാൾസ് സ്പിയർമാൻ പ്രപ്പോസ് ചെയ്യുന്നത് ഇന്റലിജൻസിന് എന്തുണ്ട്? 2 ഫാക്ടേഴ്സ് ഉണ്ട്. ഏതൊക്കെയാണ് 2 ഫാക്ടേഴ്സ്? ഒന്ന് ഒരു ജനറൽ ഫാക്ടറും രണ്ടാമത്തെ എന്താണ്? സ്പെസിഫിക് ഫാക്ടർ. അപ്പം 2 ഫാക്ടേഴ്സ് പറയുന്നത് നമ്മൾ ചെറുതാക്കി അല്ലെങ്കിൽ ഷോർട്ടാക്കി എന്ത് പറയും? G ഫാക്ടർ ആൻഡ് S ഫാക്ടർ ഓഫ് ഇന്റലിജൻസ് എന്ന് പറയും. അപ്പൊ നമ്മൾ ഒരു മനുഷ്യന്റെ അല്ലെങ്കിൽ ഒരു ഇൻഡിവിജ്വലിന്റെ ടോട്ടൽ ഇന്റലിജൻസ് പറയുന്നത് എന്താണെന്നാണ് പറയുന്നത്? G ഫാക്ടർ ഇന്റലിജൻസ് പ്ലസ് S ഫാക്ടർ ഇന്റലിജൻസ്. അപ്പൊ G ഫാക്ടർ ഇന്റലിജൻസ് എന്തായിരിക്കും? ജനറൽ ആയിട്ടുള്ള ഒരു ഇന്റലിജൻസും S ഫാക്ടർ ഇന്റലിജൻസ് എന്ന് പറയുന്നത് ഒരു പ്രത്യേക കാര്യം ചെയ്യാനുള്ള ഇന്റലിജൻസ്, സ്പെസിഫിക് ആയിട്ടുള്ളൊരു ഇന്റലിജൻസും. ഓക്കെ, സോ എന്താ പറയുന്നത്? ഈച്ച് ഇൻഡിവിജ്വൽ ഹാസ് ഡിഫറെന്റ് കോമ്പിനേഷൻ ഓഫ് G ആൻഡ് S ഫാക്ടർ ഇന്റലിജൻസ് വിച്ച് മേക്സ് ദം ഓൾ യുണീക്. എന്താണ്? G ആൻഡ് S ഫാക്ടർ ഇന്റലിജൻസ് എല്ലാ ഇൻഡിവിജ്വൽസും എന്താണ്? ഡിഫറെന്റ് ലെവലിലായിരിക്കും, എല്ലാവർക്കും ഒരേപോലെ ആയിരിക്കില്ല. അതുകൊണ്ട് തന്നെ ഓരോ വ്യക്തിയുടെയും ഇന്റലിജൻസ് എന്തായിരിക്കും എന്നാ പറയുന്നത്? യുണീക് ആയിരിക്കും അല്ലെങ്കിൽ ഡിഫറെന്റ് ആയിരിക്കും. ഓക്കെ, ഇനി ക്യാരക്ടറിസ്റ്റിക്സ് നോക്കാം. നമ്മൾ G ഫാക്ടർ എന്താ S ഫാക്ടർ എന്താന്ന് നമുക്ക് ഡിഫൈൻ ചെയ്യണ്ടേ. അപ്പം G ഫാക്ടർ അല്ലെങ്കിൽ ജനറൽ ഫാക്ടർ ഓഫ് ഇന്റലിജൻസിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് നോക്കാം. എന്തൊക്കെയാണ്? G ഫാക്ടർ ഇസ് ഇൻബോൺ ആൻഡ് ഇന്നേറ്റ്. അതായത് എന്താണ്? ജന്മസിദ്ധമായിട്ടുള്ള ഒരു കാര്യമാണ് ഈ G ഫാക്ടർ ഇന്റലിജൻസ് പറയുന്നത്, ജനിക്കുമ്പോഴേ നമുക്കുള്ളത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇതെന്താ പറയാ, എന്താന്ന് പറയാം? ഹെറിഡിറ്ററി ആണെന്നും പറയാം. അതാണ് സെക്കൻഡ് ലാസ്റ്റ് പോയിന്റ് വന്നിരിക്കുന്നത്, ഹെറിഡിറ്ററി. ഓക്കെ, അപ്പം G ഫാക്ടർ എന്താണെന്നാണ് പറഞ്ഞത്? ഇൻബോൺ ആണ്, ഇന്നേറ്റ് ആണ്. പിന്നെ ഇറ്റ്സ് എ ജനറൽ മെന്റൽ എബിലിറ്റി ഓഫ് ആൻ ഇൻഡിവിജ്വൽ. G ഫാക്ടർ എന്ന് പറയുന്നത് എന്തിനെയാണ് പറയുന്നത്? ജനറൽ ആയിട്ട് നമുക്കുള്ളൊരു മെന്റൽ എബിലിറ്റിയാണ് G ഫാക്ടർ എന്ന് പറഞ്ഞ് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത്. ഇറ്റ്സ് എ ജനറൽ കോമ്പണന്റ് ഓഫ് ഇന്റലിജൻസ് ദാറ്റ് റൺസ് ത്രൂ ഓൾ ദ ടാസ്ക് ഡൺ ബൈ ദിസ് ഇൻഡിവിജ്വൽ. അതായത് ഒരു പെർട്ടിക്കുലർ വ്യക്തി ചെയ്യുന്ന എല്ലാ കാര്യങ്ങളിലും അയാളുടെ ഈ G ഫാക്ടർ ഇന്റലിജൻസ് നമുക്ക് എന്ത് ചെയ്യാം? കാണാൻ പറ്റും. അതായത് എന്ത് കാര്യം ചെയ്താലും ഒരു ബേസിക് ആയിട്ട് ചെയ്യുന്ന ഒരു രീതി ഉണ്ടല്ലോ, അത് എന്തിൽ ബേസ്ഡ് ആണ്? ഈ G ഫാക്ടർ ഇന്റലിജൻസിൽ ബേസ്ഡ് ആണ്. അതായത് ഇത് ജനറലൈസ്ഡ് ആയിട്ടുള്ള, അതായത് നമ്മൾ എന്ത് കാര്യത്തിലും അതിന്റെ ഒരു കോമ്പണന്റ് നമുക്ക് കാണാം. പിന്നെ എന്താണ്? ദിസ് ഫാക്ടർ ഇസ് ഓൾവേസ് പ്രസന്റ് ആൻഡ് ഇറ്റ് ഇസ് കൺസിസ്റ്റന്റ് ഇൻ നേച്ചർ. ഇത് നമ്മുടെ ത്രൂ ഔട്ട് ആയിട്ട് എപ്പോഴും ഉള്ളൊരു ഇന്റലിജൻസ് ആണ് ഈ G ഫാക്ടർ ഇന്റലിജൻസ് എന്ന് പറയുന്നത്. ദിസ് ഫാക്ടർ കൻ നോട്ട് ബി മോഡിഫൈഡ് ബൈ എഡ്യൂക്കേഷൻ ഓർ ട്രെയിനിങ്. അതായത് ഇൻബോൺ ആണ്, ഇന്നേറ്റ് ആണെന്നൊക്കെ നമ്മൾ പറഞ്ഞു. അതുകൊണ്ട് തന്നെ ഇതെന്താണ്? ഒരാളുടെ ഉള്ളില് ജനിക്കുമ്പോഴേ ഉള്ളതാണ്. അത് നമുക്ക് എഡ്യൂക്കേഷനോ ട്രെയിനിങ്ങോ കൊണ്ട് എന്താ പറയാ ഇംപ്രൂവ് ചെയ്യാൻ പറ്റില്ല. അത് നമ്മുടെ ഒരു ബേസിക് ലെവൽ ഓഫ് ഇന്റലിജൻസ്, അല്ലെങ്കിൽ അതാണ് നമ്മുടെ ബേസ് എന്ന് നമുക്ക് പറയാം. ഓക്കെ, പിന്നെ എന്താണ്? ഇറ്റ് വേരീസ് ഫ്രം ഇൻഡിവിജ്വൽ ടു ഇൻഡിവിജ്വൽ. പിന്നെ ഇറ്റ് ഇസ് ഹെറിഡിറ്ററി. പിന്നെ എന്താണ് ലാസ്റ്റ് പോയിന്റ്? ഇറ്റ് ഈസ് ദാറ്റ് ഇന്റലിജൻസ് എ പേഴ്സൺ യൂസസ് ഇൻ ഓൾ ഓഫ് ഹിസ് ടാസ്ക് എവ്രിവെയർ. എവിടെയാണെങ്കിലും എന്ത് കാര്യം ചെയ്താലും ആ ഒരു ബേസിക് ഇന്റലിജൻസ് ഒരു ഹ്യൂമൻ ബീങ് യൂസ് ചെയ്യുന്നത്, അതാണ് എന്ത്? നമ്മൾ ഈ പറയുന്ന G ഫാക്ടർ ഇന്റലിജൻസ്. എന്നാൽ S ഫാക്ടർ എന്താണ്? S ഫാക്ടർ ഇസ് ദ സ്പെസിഫിക് കേപ്പബിലിറ്റി ഓഫ് എ പേഴ്സൺ ടു പെർഫോം എ പെർട്ടിക്കുലർ ടാസ്ക്. അതായത് S ഫാക്ടർ എന്ന് പറയുന്നത് പിന്നെയും സ്പെസിഫിക് ആയിട്ട് വരയ്ക്കാനുള്ള കഴിവ്, പാടാനുള്ള കഴിവ്, എഴുതാനുള്ള കഴിവ്, അതൊക്കെ എന്താണ്? സ്പെസിഫിക് ആയി. ഓക്കെ, അത് എല്ലാവർക്കും ആ ഇന്റലിജൻസ് ഉണ്ടാവണമെന്നില്ല. എന്നാൽ നമുക്ക് G ഫാക്ടർ ഇന്റലിജൻസ് എന്താണ്? ഒരു ബേസിക് ലെവൽ ഇന്റലിജൻസ് എല്ലാവർക്കും ഉണ്ട്. S ഫാക്ടർ എന്ന് പറയുന്നത് എന്താ? ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഒരു ടാസ്കിനായിട്ടുള്ള ഒരു സ്പെസിഫിക് ഇന്റലിജൻസിനെ കുറിച്ചാണ് പറയുന്നത്. ഇറ്റ് വേരീസ് ഫ്രം ആക്ടിവിറ്റി ടു ആക്ടിവിറ്റി ഇൻ ആൻ ഇൻഡിവിജ്വൽ. കാരണം എന്താണ്? അത് പലതിനുള്ള കഴിവാണ്. പാടാനുള്ള ഒരാൾ വരയ്ക്കുമെന്ന് ഉറപ്പ് പറയാൻ പറ്റുമോ? ഇല്ല. അപ്പൊ പാടാനുള്ള കഴിവുള്ളവർക്ക് എന്തുണ്ട്? പാടാനുള്ള ആ ഒരു അത് മനസ്സിലാക്കാനുള്ള ഒരു ഇന്റലിജൻസ് ഉണ്ട്. അല്ലെങ്കിൽ പാട്ട് എങ്ങനെയാണ് പാടേണ്ടത്, അതിന്റെ താളം എന്താണ്, രാഗം എന്താണ് എന്നൊക്കെ മനസ്സിലാക്കാനുള്ള ഒരു ഇന്റലിജൻസ് ഉണ്ട്. ഇറ്റ്സ് അക്വയർഡ് ഫ്രം ദ എൻവയോൺമെന്റ് ആൻഡ് സറൗണ്ടിങ്സ്. അത് എവിടുന്നാണ്? നമ്മുടെ ചുറ്റുപാടുകളിലൊക്കെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നതാണ്. നമ്മൾ എന്താ G ഫാക്ടർ പറഞ്ഞപ്പോൾ നമ്മൾ എന്താ പറഞ്ഞത്? അത് ഇൻബോൺ ആണ്, അതിനെ നമ്മൾ മോഡിഫൈ ചെയ്യാൻ പറ്റില്ല എന്നാ പറഞ്ഞത്. പക്ഷെ S ഫാക്ടർ എന്താണ്? നമ്മുടെ ചുറ്റുപാടുകളിൽ നിന്ന് ഇൻഫ്ലുവൻസ്ഡ് ആയിട്ട് വരുന്ന ഒരു ഇന്റലിജൻസ് ആണ്. അത് സ്പെസിഫിക് ആണ്. അത് നമുക്ക് എന്ത് ചെയ്യാം? മോഡിഫൈ ചെയ്യാം. എങ്ങനെ? എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ ട്രെയിനിങ്ങിലൂടെ ഈ S ഫാക്ടർ ഇന്റലിജൻസിനെ നമുക്ക് എന്ത് ചെയ്യാം? ഗ്രൂം ചെയ്തെടുക്കാം.
പഠിക്കാൻ വിടില്ലേ പിള്ളേരെ? എന്തിനാ? അവർക്ക് പാടാൻ കഴിവുണ്ടെങ്കിൽ നമുക്ക് അത് എന്ത് ചെയ്യാം? അത് കോച്ച് ചെയ്തെടുക്കാം അല്ലെങ്കിൽ ട്രെയിൻ ചെയ്ത് എടുക്കാം. പിന്നെ എന്താണ്? ഇതും എന്താണ്? ഇൻഡിവിജ്വൽ ടു ഇൻഡിവിജ്വൽ വേരി ചെയ്യുന്ന ഇന്റലിജൻസ് ആണ്. സോ ഇതാണ് ജി ആൻഡ് എസ് ഫാക്ടർ ഇന്റലിജൻസിന്റെ ക്യാരക്ടറിസ്റ്റിക്സ്. അപ്പൊ നമുക്ക് എങ്ങനെ സ്പിയർമാൻസ് ടു ഇന്റലിജൻസ് എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം? ബേസ് ആയിട്ട് എന്തുണ്ട്? ആ ഓറഞ്ച് കളറിൽ വെക്കാം. അതെന്താണ്? നമ്മുടെ ജനറൽ ഇന്റലിജൻസ് ആണ്. ഏതൊരു ഹ്യൂമൻ ബീയിങ്ങിനും ജനറൽ ആയിട്ടുള്ള കേപ്പബിലിറ്റീസ് ഉള്ള ആ ഒരു ഇന്റലിജൻസിനെയാണ് നമ്മൾ ജനറൽ ഫാക്ടർ എന്ന് പറയുന്നത്. ഈ ജനറൽ ഫാക്ടറിന്റെ കൂടെ ഡിപ്പെൻഡിങ് അപ്പോൺ ഇൻഡിവിജ്വൽ നമുക്ക് എന്തുണ്ടാവാം? ഒന്നോ ഒന്നിലധികമോ സ്പെസിഫിക് ഫാക്ടർ ഇന്റലിജൻസും കാണും. അതാണ് നമ്മളിവിടെ 4 സ്പെസിഫിക് ഫാക്ടർ ഇന്റലിജൻസാ കാണിച്ചിരിക്കുന്നത്. അത് 4ഓ 2ഓ 4ൽ കൂടുതലോ എത്ര വേണമെങ്കിലും പേഴ്സൺ ടു പേഴ്സൺ ഡിപ്പെൻഡ് ചെയ്ത് നമുക്കാവാം. സോ ജനറൽ മെന്റൽ എബിലിറ്റി എന്ന് പറയുന്നതാണ് എന്ത്? നമ്മുടെ ബേസ്. ഓക്കെ. ആൻഡ് സ്പെസിഫിക് ഫാക്ടർ എന്ത് ചെയ്യണം? ഈ ജനറൽ ഇന്റലിജൻസ് ഉണ്ടെങ്കിലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ഈ സ്പെസിഫിക് ഫാക്ടറിനെ നമുക്ക് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റുള്ളൂ. ആൻഡ് സ്പെസിഫിക് ഫാക്ടർ എത്ര എണ്ണം വേണമെങ്കിലും ആകാം. ഇതാണ് നമ്മുടെ സ്പിയർമാൻസ് 2 ഫാക്ടർ തിയറി എന്ന് പറയുന്നത്. സോ ഇന്നിപ്പം നമ്മൾ തിയറീസ് ഓഫ് ഇന്റലിജൻസിലെ 2 തിയറീസ് ആണ് ഡിസ്കസ് ചെയ്തത്. ഒന്ന് യൂണിഫാക്ടർ തിയറി ഓഫ് ഇന്റലിജൻസും അത് പ്രപ്പോസ് ചെയ്തത് ആൽഫ്രഡ് ബെനറ്റ്. രണ്ടാമത്തെ നമ്മൾ പഠിച്ചത് ഏതാണ്? 2 ഫാക്ടർ തിയറി ഓഫ് ഇന്റലിജൻസ് പ്രപ്പോസ്ഡ് ബൈ സ്പിയർമാൻ, ചാൾസ് സ്പിയർമാൻ. ഓക്കെ.